കാറും കോളും നിറഞ്ഞ ഒരു കടൽ താണ്ടിയ ഒരാശ്വാസമുണ്ട്. മനസ്സിലെ ഉള്ളിലെ ആശങ്കകൾക്കെല്ലാം അസ്തമയമായിരിക്കുന്നു. ഇനി തിരിച്ചുവരവിൻ്റെ അല്ലെങ്കിൽ മടങ്ങിവരവിൻ്റെ സമയമാണെന്നുള്ളത്. അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്യും. ഇപ്പം നമ്മൾ കാണുമ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ഇതിപ്പോൾ മറ്റേ മൈക്കിളപ്പനെ പോലെ ഇരിപ്പുണ്ടല്ലോ, മുടിയൊക്കെ കുറച്ച് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും മൈക്കിളപ്പനാണ്. പിന്നെ പോയി മുടിയൊക്കെ വെട്ടി വന്നു. മുടിയെടുത്ത് ഇത് പത്തേമാരിയുടെ നാരായണനായിട്ട് കഥാപാത്രങ്ങളിലാണ് കണക്ട് ആവുന്നത്. അപ്പോൾ അങ്ങനെയാണ് പുള്ളി. അല്ലാതെ പുള്ളിയോട് അസുഖം വന്ന് ക്ഷീണിച്ചു കിടപ്പു അങ്ങനെ പുള്ളി പഠിച്ചാണ് നടത്താണ്. സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങനെ ഒരാളുടെ ഒരു അപ്ഡേറ്റ് വന്നില്ലെങ്കിൽ വരാതിരിക്കുമ്പോൾ ആളുകൾക്ക് അയ്യോ എന്തോ ഒരു ഡ്രൈനസ് എന്തോ ഒരു മിസ്സിങ് ഉണ്ടല്ലോ എന്ന് ഫീൽ ചെയ്യുമ്പോൾ ആൾക്കാർ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ കണ്ടെത്തി ചേരുന്നത് ആ ഭാഗത്തല്ലേ. ലാലിൻ്റെ പടങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഷോപ്പുകൾ വന്നപ്പോൾ നമ്മളിങ്ങനെ എമ്പുരാനൊക്കെ വന്നപ്പോൾ നമ്മൾ ഇതെങ്കിലും ഒന്ന് കയറി അങ്ങോട്ട് കുരുക്കണേ എന്നിങ്ങനെ. കാരണം ലാൽ നിൽക്കണം, മമ്മൂട്ടി നിൽക്കണം, എങ്കിലേ ഇൻഡസ്ട്രി ഉള്ളൂ. എന്നാൽ ഒരാൾ മാത്രമായിട്ട് ഇൻഡസ്ട്രി നിലനിർത്താൻ പറ്റില്ല. നമ്മൾ ഏകദേശം ഇപ്പോൾ മമ്മൂട്ടിയുടെ താഴെയുള്ള ആളാണ് ഞാൻ എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ പ്രായത്തിലാണ്. അപ്പോൾ ഇയാൾക്ക് ഇത്ര പ്രായം ഉണ്ടാവും എന്നുള്ള ആളുകൾക്കറിയാം. പക്ഷെ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കിടന്ന് കഷ്ടപ്പെടുക. നമ്മൾ ഇത്രയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും ആൾക്കാർ ചിലർ മമ്മൂട്ടിയുടെ ഏട്ടനല്ലേ എന്ന് ചോദിക്കും. ഒരു താരത്തിൻ്റെ പരിപോഷണം നമ്മളിപ്പോഴും മൂപ്പരിൽ കാണാനില്ല. നമ്മുടെ ആൾ വീട്ടിലെ ഏറ്റവും മുതിർന്ന ആൾ, നമ്മളനുസരിക്കേണ്ട ആൾ, നമ്മളെ നിയന്ത്രിക്കുന്ന ഒരാൾ, നമ്മുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്ന ഒരാൾ. അതെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നത്. അല്ല ഒരു താരം എന്നുള്ള രീതിയിൽ നമുക്ക് വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു നടൻ്റെ മുമ്പിലാണ് അങ്ങനെയുള്ള നമുക്ക് മനസ്സിലേയില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമേജിൽ നിൽക്കുകയാണ്. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിനെ പറ്റി നെഗറ്റീവ്സ് പറയുന്ന ഒരു ചെറിയ ശതമാനമാണ്. പക്ഷെ അതൊന്നും അവർ മനഃപൂർവ്വം പറയാൻ വേണ്ടി പറയുന്നതെന്നല്ലാതെ അവർ ഉള്ളിത്തട്ടി പറയുന്നതാണ് നമുക്ക് തോന്നിയിട്ടില്ല. ഒരു സഹപ്രവർത്തനത്തിനപ്പുറത്തേക്ക് അവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അത് നമുക്കറിയാതെ. കാരണം അവർ രണ്ടുപേരും ഏകദേശം ഒരേ കാലഘട്ടത്തിൽ വന്ന് ഒരുപാട് 50-ന് മേൽ സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചു, ഒരുമിച്ച് ഒരു റൂമിൽ താമസിച്ചിരുന്ന ആളുകളാണ്. അങ്ങനെയുള്ള അവർ കുടുംബമായിട്ട് ഇപ്പോൾ സുചിത്ര അല്ലെങ്കിൽ പ്രണവോ അല്ലെങ്കിൽ മക്കളോ ദുൽഖറോ സുറമിയോ എല്ലാവരുമായിട്ട് അവർക്കൊരു ഫാമിലി ആയിട്ടൊരു അടുപ്പമുണ്ട്. കലാകാരൻ എന്ന നിലയിൽ നടനായും എഴുത്തുകാരനായും നിർമ്മാതാവായും കൈവയ്ക്കാത്ത മേഖലകൾ വളരെ ചുരുക്കം. കുടുംബത്തിലൊരു വലിയ ബ്രാൻഡ് ഉണ്ടായിട്ട് പോലും സാന്നിധ്യം അറിയിച്ച മേഖലയിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. ഇബ്രാഹിം കുട്ടിക്ക, നമസ്കാരം. നമസ്കാരം. മമ്മൂക്കയുടെ അനിയൻ എന്നുള്ളൊരു വിശേഷണം ഉണ്ടെങ്കിൽ പോലും ഒരു കലാകാരൻ നിലയിൽ ഒരു പക്ഷേ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ സാന്നിധ്യം അറിയിക്കാത്ത മേഖല വളരെ ചുരുക്കമാണ്. നടനായിട്ട് നിർമ്മാതാവായിട്ടും എഴുത്തുകാരനായിട്ടും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഒടുവിൽ ഒത്തുപള്ളി വരെ നമ്മൾ സംസാരിച്ചു. ഒത്തുപള്ളിയിലൂടെയാണ് ഒരു എഴുത്തുകാരൻ കുറേ പേരിലേക്ക് എത്തുന്നതെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു മനസ്സിലാക്കി കൈരളിയുള്ള സമയത്ത് മുതലേ എഴുത്തിൻ്റെ മേഖല സജീവമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. എഴുത്ത് ഈ പറഞ്ഞ പോലെ അങ്ങനെ വലിയ ഒരു എഴുത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുറിപ്പുകൾ എഴുതുമായിരുന്നു. അങ്ങനെ എഴുതി വന്നപ്പോൾ പിന്നെ ഒരുപാട് പേരുടെ നിർബന്ധം, പിന്നെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ ആളുകൾ, ഈ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന എല്ലാ സംഭവങ്ങളൊക്കെ. അങ്ങനെ വന്നപ്പോൾ ഒരു പുസ്തകം എഴുതി, അതിനിപ്പോൾ ഒരു പ്രൗട്ട് കിട്ടിയപ്പോൾ അടുത്ത് എഴുതി, അങ്ങനെ എഴുതി 5 പുസ്തകം എഴുതി. ഇപ്പോൾ എഴുത്തുകാരനായിട്ട് പൊടുവിൽ നമ്മൾ അറിഞ്ഞത് ഒത്തുപള്ളിയിലൂടെയാണ് അല്ലെങ്കിൽ നോവലിലൂടെയാണെങ്കിൽ പോലും ഏറ്റവും ഈ അടുത്ത സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈകാരികമായിട്ട് ആളുകൾ വായിച്ചൊരു കുറിപ്പ് അതിപ്രകാരമായിരുന്നു: കാറും കോളും നിറഞ്ഞ ഒരു കടൽ താണ്ടിയ ഒരാശ്വാസമുണ്ട്. മനസ്സിലെ ഉള്ളിലെ ആശങ്കകൾക്കെല്ലാം അസ്തമയമായിരിക്കുന്നു. ഇനി തിരിച്ചുവരവിൻ്റെ അല്ലെങ്കിൽ മടങ്ങിവരവിൻ്റെ സമയമാണെന്നുള്ളത്. ആ മടങ്ങിവരവ് മലയാളികൾ മൊത്തം കാത്തിരിക്കുന്ന ഒരു മടങ്ങിവരവാണ്. അതിൽ ഏറ്റവും പലരും ആ പോസ്റ്റുകളിലൂടെ വ്യക്തമാക്കിയെങ്കിലും ഏറ്റവും വൈകാരികമായിട്ട് മലയാളികൾ ഏറ്റെടുത്തൊരു കുറിപ്പ് ഇക്കയുടെയായിരുന്നു എന്നുള്ളതാണ്. എഴുതുന്നൊരു സമയത്ത് മനസ്സിലെന്തായിരുന്നു ശരിക്കും? അല്ല, മനസ്സിലെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു അസുഖം വരിക എന്ന് പറയുന്നത് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. അസുഖങ്ങൾ ആർക്കും വരാം. പിന്നെ ഓരോ അസുഖങ്ങൾക്കും ഒരു സമയപരിധിയാണ്. ഒരു ജലദോഷം വന്നാൽ മാറാനൊരു സമയം, ഒരു പനി വന്നാൽ മാറാനൊരു സമയം, അത് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭം മൂപ്പരുടെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തായിരുന്നു അസുഖം എന്നുള്ളതിനെ കുറിച്ചല്ലല്ലോ നമുക്ക്. ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു, ആ അസ്വസ്ഥത മാറിയോ ഇല്ലേ അതാണ് അറിയേണ്ടത്. അപ്പോൾ അതിങ്ങനെ പുള്ളി അസുഖം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, മമ്മൂട്ടി എല്ലാം ടെസ്റ്റെല്ലാം നെഗറ്റീവാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ നമ്മളിങ്ങനെ മീഡിയയും ആളുകളിങ്ങനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞാൽ ആധികാരികതയുണ്ടല്ലോ എന്ന് തോന്നിയപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു എന്താ ഇപ്പോൾ ചെയ്യുക, എനിക്കാണെങ്കിൽ ഇവിടെ ഫോണ് സ്വസ്ഥത തരമില്ല, എല്ലാ മീഡിയയിൽ നിന്ന് വിളിക്കുന്നത് എന്താ ഒരു എനിക്കാതെ ഒരു പോസ്റ്റ് ഇടുക, അപ്പോൾ അത് ആൾക്കാർ വിശ്വസിക്കും, അതായിരിക്കുമല്ലോ ആധികാരികത. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്തത്. അത് മൂപ്പർക്ക് ഞാൻ പറയുകയും ചെയ്തു, ഇങ്ങനെ ഇതാണ് എൻ്റെ പിന്നിലുള്ള വികാരം എന്നുള്ളത്. ശരിക്കും ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ആധികാരികമായിട്ട് പറയേണ്ട ഒരാളുണ്ട് കുടുംബത്തിൽ നിന്നുള്ള രീതിയിലേക്കാണെങ്കിലും, അല്ലെങ്കിൽ ഒരുപക്ഷെ മീഡിയ എത്രത്തോളം ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമായി. അതെ, ഇങ്ങനെ ഒരു സംഭവം വന്നു, മമ്മൂട്ടിക്ക് വയ്യാഴികയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളാരും അതിനോട് പ്രതികരിക്കാനോ അതിനെക്കുറിച്ചൊരു
ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മളോട് ആളുകൾ ചോദിച്ചപ്പോൾ നമ്മൾ വയ്യാഴികയുണ്ട് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പോയിട്ടില്ല. പക്ഷേ പിന്നെ അത് സോഷ്യൽ മീഡിയ തീരുമാനിക്കുകയാണ് എന്താണ്, എവിടെയാണ് ചികിത്സ, അമേരിക്കയിലാണോ ആഫ്രിക്കയിലാണോ എന്നൊക്കെ സോഷ്യൽ മീഡിയ അങ്ങ് പറയുകയാണ്. അവർ ആധികാരികമായിട്ട് അവരങ്ങ് പറയുക. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരും. നമുക്ക് ഈ ഉള്ളിലൊരു വിഷമം ഇങ്ങനെ കിടക്കുമ്പോഴും നമുക്ക് ഈ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ അസത്യങ്ങളായ കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ നമുക്ക് ഉള്ളിലൊരു എന്താ ഇത് സിനിമയിലേക്ക് അപ്പുറം ഇപ്പോൾ ഓൺലൈൻ മീഡിയ ആണെങ്കിലും അല്ലെങ്കിൽ ഓൺ സ്ക്രീനിന് അപ്പുറത്തേക്ക് ഒരു ഓഫ് സ്ക്രീനിലും സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടെ. എപ്പോഴും ഒരു അപ്ഡേറ്റ്സ് ഇടയ്ക്ക് എപ്പോഴും മമ്മൂക്കയുടെ ഒരു ആവേശം ഉണ്ടാക്കും. അല്ലെങ്കിൽ നമ്മൾ സോക്കോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, സോഷ്യൽ മീഡിയ വന്ന് കത്തിച്ചു എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിത്വം കുറച്ച് നാളുകൾ ഇല്ലാതെ ആകുമ്പോൾ അത് വല്ലാത്തൊരു മിസ്സിംഗ് ആണ്. അത് ഇത് പറഞ്ഞ പോലെ എന്താ പറയുക, സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ മൂപ്പരുടെ മേഖലയിൽ നിന്നുള്ള ആളുകൾക്ക് അപ്പുറത്തേക്ക് സാധാരണ ജനങ്ങൾ പോലും സോഷ്യൽ മീഡിയ ഡ്രൈ ആവുന്നു, സോഷ്യൽ മീഡിയ ഒന്നും അനങ്ങുന്നില്ല. ഞാൻ പലപ്പോഴും പലരിൽ നിന്നും കേട്ടത് തിയേറ്ററുകളിൽ പോലും ആളുകൾക്ക് ഒരു ആവേശമില്ല സിനിമകൾ കാണാനായിട്ട്. അതുപോലെ ലാലിൻ്റെ പടങ്ങളും വരുന്നില്ല, മമ്മൂട്ടിയുടെ പടങ്ങളും വരുന്നില്ല. പിന്നെയുള്ളതെല്ലാം ഈ മറ്റുള്ള സിനിമകളാണ് വരുന്നത്. ഈ ഒരു ഫാൻ ബേസ് കൂടുതലുള്ള ആളുകളുടെ സിനിമകളോ അല്ലെങ്കിൽ അവരുടെ ഒരു കുറിപ്പോ അവരുടെ ഒരു ഫോട്ടോയോ വരുമ്പോഴാണ് ആൾക്കാർ അത് ആവേശത്തോടെ സ്വീകരിക്കുക. പിന്നെ ഇത്രയും വർഷങ്ങളായിട്ട് ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരാൾ കുറച്ച് നാളങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു എന്താ പറയുക, ഒരു അപൂർണത ഫീൽ ചെയ്യും എല്ലാ വിഷയത്തിലും. ഇപ്പോൾ സിനിമയുടെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങനെ ഒരാളുടെ ഒരു അപ്ഡേറ്റ് വന്നില്ലെങ്കിൽ വരാതിരിക്കുമ്പോൾ ആളുകൾക്ക് അയ്യോ എന്തോ ഒരു ഡ്രൈനസ്, എന്തോ ഒരു മിസ്സിങ് ഉണ്ടല്ലോ എന്ന് ഫീൽ ചെയ്യുമ്പോൾ ആൾക്കാർ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ കണ്ടെത്തി ചേരുന്നത് ആ ഭാഗത്തേക്കായിരിക്കും. അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മളോടും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് സാധാരണ ആളുകൾ തന്നെ ഒരുപാട് നമ്മൾ ഒട്ടും പരിചയമില്ലാത്ത ആളുകൾ പോലും അതിങ്ങനെ പറഞ്ഞു. ശരിക്കും അത് സിനിമകളിലൂടെ മാത്രമല്ല, ഇതൊക്കെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ അമ്മയുടെ മീറ്റിംഗ് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റ് അവാർഡ് ഷോസുകളാണെങ്കിലും എന്ത് ഫെസ്റ്റിവൽ ടൈം ആണെങ്കിലും ഇപ്പോൾ ഒരു ഓണത്തിൻ്റെ ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഏതൊരു ആഘോഷങ്ങളിലും മമ്മൂക്കയില്ലാതെ മലയാളത്തിൻ്റെ ആഘോഷം പൂർണ്ണമാവില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അവിടെയാണ് അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക. അവിടെ അപ്പോൾ ഒരു പ്രേക്ഷകനെ, ഒരു താരത്തെ, ഒരു ആരാധിക്കുന്ന ഒരു വ്യക്തിയെ മിസ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് നമുക്ക് മിസ് ചെയ്യുന്ന ഒരു സഹോദരൻ കൂടിയാണ് കുറെ നാളത്തേക്ക്. അങ്ങനെ അതൊരു പ്രസ്ഥാനം പോലെ നിൽക്കുകയല്ലേ പുള്ളി. ഒരു ആള് ചെയ്യുന്നത് ഒരു കാര്യമല്ലാതാകുമ്പോൾ അയാൾ ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അയാൾ ഒരു പ്രസ്ഥാനം പോലെ. അത് അങ്ങനെ ചെയ്യുമ്പോൾ അത് എല്ലാ വിഭാഗം ആളുകളിലേക്കും എത്തും. ഇപ്പോൾ സിനിമ പ്രേമികളിലേക്കും രാഷ്ട്രീയ പ്രേമികളിലേക്കും അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് അങ്ങനെയുള്ള ആളുകളിലേക്കും ഒക്കെ എത്തുമ്പോൾ എല്ലാവരുമായിട്ടും കണക്റ്റഡ് ആകുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അദ്ദേഹം ഒരു പ്രസ്ഥാനമായി മാറും. ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു മകൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ ആളുകൾ ഇങ്ങനെ മമ്മൂട്ടിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ആളില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു മിസ്സിംഗ് ഉണ്ടാകും. അതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു നമുക്ക് തോന്നിയിട്ടുണ്ട്, നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ആളുകൾ അങ്ങനെ സ്നേഹിക്കുന്ന ഒരാളാണ്. നമ്മുടെ കുടുംബത്തിലൊരാൾ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഈ ആൾ വന്നില്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു മിസ്സിംഗ് ആണ്. കാരണം ആ ഒരു ഏരിയ കംപ്ലീറ്റ് അങ്ങോട്ട് ബ്ലാങ്ക് ആയി കിടക്കും. അതുപോലെ ആയിരിക്കും സാധാരണ ജനങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ. അതില്ലാതെ ആകുമ്പോൾ ശരിക്കും സാന്നിധ്യം ഇല്ലാതെ ആകുമ്പോഴുള്ളൊരു വലിയ, ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഭീഷ്മപർവ്വത്തിൽ നമുക്കൊരു ക്യാരക്ടറുണ്ട്, എവിടേക്കും ഇക്കയുടെ പല ഇന്റർവ്യൂകളിലും സംസാരങ്ങളിലും പറയുമ്പോൾ തോന്നിയിട്ടുണ്ട്. അവിടുത്തെ ഒരു കാണുന്നവരായിട്ട് ഒരു മൈക്കിലപ്പം നിൽക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഫാമിലിയോട്ട് വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അതുപോലെ ആയിരുന്നോ ശരിക്കും? അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് എക്സാഗറേഷൻസ് ഒന്നുമില്ല. നമ്മൾ സാധാരണ ജീവിക്കുന്ന സാധാരണ ആളുകളാണല്ലോ. ഇത് നമ്മുടെ തൊഴിൽ കുറച്ച് കളർഫുള്ളാണ് അല്ലെങ്കിൽ ഒരു ഷോ ബിസിനസ് ആണെന്നുള്ളതിൽ അപ്പുറത്തേക്ക് നമ്മളുടെ ചിന്തകളും നമ്മളുടെ അനുഭവങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ സാധാരണ മനുഷ്യൻ്റെ ചിന്തകളിലാണ് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു കാരണവരെന്നു പറഞ്ഞാൽ ഇപ്പോൾ ഫാദറില്ല. അപ്പോൾ ഫാദറില്ല സ്ഥിതിക്ക് വീട്ടിലെ മൂത്ത ആളെന്നുള്ള രീതിയിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൂപ്പനോട് ചോദിച്ചിട്ടേ ചെയ്യും. അത് ഇപ്പോഴും അങ്ങനെയാണ്. അത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സോഷ്യൽ മീഡിയയിൽ എൻ്റെ യൂട്യൂബിലൊരു ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഇട്ടാൽ അത് പുള്ളി കണ്ടതിന് ശേഷം നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. അപ്രൂവൽ വരണം. നമ്മൾ സാധാരണ പോസ്റ്റ് ഇടുന്നേക്കാൾ മുമ്പാണ് അപ്രൂവൽ വേണ്ട. ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ അത് കാണും എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ മനസ്സിലാവുന്ന അതുവരെ നമുക്ക് ടെൻഷനാ. എന്താണ് ഇല്ല അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു പബ്ലിക് ഫിഗർ ആകുമ്പോൾ നമ്മൾ ഓപ്പണാണ്. ഓപ്പൺ ആകുമ്പോൾ പോലും നമുക്ക് ഹൈഡ് ചെയ്യേണ്ടുന്ന നമ്മുടെ പ്രൈവസി എന്ന് പറയുന്ന സംഭവം നമ്മുടേതായിട്ടുള്ള സ്വകാര്യതകളുണ്ട്. അത് പബ്ലിക്കിന് അറിയേണ്ട കാര്യങ്ങളല്ല. അത് ശരിക്കും നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളല്ല. അത് നമ്മുടെ സ്വന്തമായിട്ടുള്ള നമ്മൾ ഈ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ
നിങ്ങളുടെ സ്വകാര്യതകൾ പോലെ നമുക്കുണ്ട് സ്വകാര്യത. അതെ ആ സ്വകാര്യതകളിലേക്ക് കടന്നുകയറ്റം നടത്തുമ്പോഴും ആ. ഊഹാപോഹങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് നമുക്ക് ശരിക്കും ഉള്ളിൽ ചിരിയാണ് വരിക. കാരണം അത് പറയുന്നതും ഇതുമായിട്ടൊരു ബന്ധമുണ്ടാകുക. പക്ഷെ ആളുകൾക്ക് പ്രേക്ഷകർക്കും എന്നും അറിയാൻ ആഗ്രഹം ഇതായിരിക്കും, ഈ വ്യക്തി ജീവിതങ്ങളും ലൈഫ് സ്റ്റൈലുകളും അറിയാനുള്ള ഒരു ത്വര ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. അതങ്ങനെയാണ്. ഇപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും ആളുകൾക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ ആൾക്കാർ ധരിച്ചു വെച്ചിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ പ്രായം, അത് വലിയ സംസാരിച്ചു. ഇപ്പൊ നമ്മളൊക്കെ എത്ര ഡൈ ഇട്ടാലും എത്ര കറുപ്പിച്ചിടുന്നാലും നമ്മൾ എത്ര യങ്ങാണെന്ന് നമ്മൾ സ്വയം പ്രസന്റ് ചെയ്യുമ്പോഴും ആളുകൾക്കറിയാം ഈ പുള്ളിക്ക് ഇത്രയും പ്രായമുണ്ട്, പക്ഷെ എന്നാലും അതെ എന്നുള്ളത് ആ ഒരു എന്നാലും നമ്മൾ പിടിച്ചു നിൽക്കണം. ഉണ്ട്. ഇത് ശരിക്കും വലിയൊരു ബാധ്യതയാവാറുണ്ട് വരാറുണ്ട്. കാരണം കുടുംബത്തിലെ ഏറ്റവും മൂത്ത സഹോദരനാണ് മമ്മൂക്ക. അവരാണ് മമ്മൂക്ക ആ കാര്യത്തിൽ മറ്റുള്ളവർക്ക് കൂടി ഒരു ഉപദേശം ആവാണ്. അപ്പൊ കുടുംബത്തിലെ ആൾ കൂടി നമ്മൾ പബ്ലിക് ഫിഗറാണ്, ഇത്രയും സിനിമ മേഖല സജീവമായിട്ട്. അപ്പൊ ഞാനും ഇതേ രീതിയിലേക്ക് ഡയറ്റ് പോകണം, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. അത് നമ്മൾ ഇത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടും നമ്മൾ ഏകദേശം ഇപ്പോൾ മമ്മൂട്ടിയുടെ താഴെയുള്ള ആളാണ് ഞാൻ എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ പ്രായം ഇത്ര, അപ്പോൾ ഇയാൾക്ക് ഇത്ര പ്രായം ഉണ്ടാവും എന്നുള്ള ആളുകൾക്കറിയാം. പക്ഷെ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കിടന്ന് കഷ്ടപ്പെടുക. നമ്മൾ ഇത്രയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും ആൾക്കാർ ചിലർ മമ്മൂട്ടിയുടെ ഏട്ടനല്ലേ എന്ന് ചോദിക്കും. അതെ, ചോദ്യങ്ങൾ കൂടുതൽ കേൾക്കേണ്ടി വരിക. അതാണ് ഇപ്പോൾ മമ്മൂക്കയുടെ ചേട്ടനല്ലേ ചോദ്യത്തിൽ ആ ചോദ്യം തന്നെ കടർത്ത് പറയണം. ഇപ്പോൾ നടൻ മമ്മൂക്കയുടെ അനിയൻ എന്നുള്ള വിശേഷങ്ങൾ വന്നിട്ടുണ്ട്, നടൻ ഇബ്രാഹിം കുട്ടി എന്നുള്ള വിശേഷം വന്നിട്ടുണ്ട്, നടൻ മക്ബൂലിൻ്റെ ഉപ്പ എന്നുള്ള വിശേഷം വന്നിട്ടുണ്ട്. ഒരു 3 ഘട്ടങ്ങളിലൂടെ പോയിട്ടുണ്ട്. ശരിക്കും കുറെ കൂടി ആസ്വദിച്ചുള്ള വിശേഷണം ഏതാ? ഇപ്പം നമുക്ക് ഇത് ഒരു സിനിമ ഒരു മേഖലയിൽ ഒരാൾ നിൽക്കുമ്പോൾ അതിപ്പോൾ നമുക്ക് നമ്മുടെ ആളുകളോട് അല്ലെങ്കിൽ ഇപ്പം മക്ബൂലിനോടോ ദുൽഖറിനോടോ മമ്മൂട്ടിയോടോ ഒക്കെ തോന്നുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് ഉണ്ട്. ആ ബോണ്ടിങ്ങിന് നമ്മൾ അവരുടെ ഓരോരുത്തരുടെ ഉയർച്ചയും ഓരോരുത്തരുടെ സിനിമകൾ ഇപ്പം ഞങ്ങളുടെ ലോക സെക്കൻഡ് ഷോ ഇടിച്ച് കയറിപ്പോയിട്ട് കണ്ടിട്ട് വന്നതാണ്. എന്നാൽ ഇന്നലെ നല്ല പടം കാണുകയും ചെയ്യും, ഹൃദയപൂർവ്വം കാണും. അപ്പോൾ അങ്ങനെ ഒരു വേർതിരിവൊന്നും നമുക്കില്ല. പക്ഷേ ഈ ഇൻഡസ്ട്രി വളരെ വിശാലമല്ലേ, ഒരുപാട് ഏരിയ ഉണ്ട്. പിന്നെ ഓരോരുത്തർക്കും കംഫർട്ടായിട്ടുള്ള ഒരു ഏരിയ, ഒരു സീറ്റ്, ഒരു ചെയർ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം. ഇപ്പോൾ മക്ബൂലിൻ്റെ ഒരു ചെയർ, ദുൽഖറിൻ്റെ ഒരു ചെയർ, മമ്മൂട്ടി ഒരു ചെയർ, എനിക്കുള്ളൊരു ചെയർ. അതുകൊണ്ടാണ് നമുക്ക് ധാരണയുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഈ മത്സരങ്ങളും ഒന്നുമില്ല. അപ്പോൾ അവൻ്റെ പടം ഒന്നാവട്ടെ, ഇപ്പം നമ്മൾ വിളിച്ചു പറയും, മെസ്സേജ് അയക്കും, പടം കാണും, അഭിപ്രായങ്ങൾ പറയും. അല്ലാതെ സിനിമകൾ വന്നാൽ പോലും നമുക്ക് സിനിമകളിലെ നെഗറ്റീവ്സിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെപ്പോഴും പോസിറ്റീവ്സാണ് നോക്കുക. ഇപ്പോൾ ലാലിൻ്റെ ഒരു സിനിമ വന്നാൽ അല്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു സിനിമ വന്നാൽ, അതായത് ടോവിനോയുടെ ഒരു സിനിമ വന്നാൽ അതിൻ്റെ പോസിറ്റീവ്സാണ് നമ്മൾ ആദ്യം കാണുന്നത്. അത് ആസ്വദിച്ചതിന് ശേഷം ഇനി നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അത് അവർ പോകുന്നുള്ളതാണ്. ഇപ്പം പലപ്പോഴും പറയും നമുക്കൊപ്പം, അല്ലെങ്കിൽ മലയാളത്തിൽ ഏറ്റവും വലിയൊരു ബ്രാൻഡ് നമുക്കൊപ്പം ഉണ്ട്, നമ്മുടെ വീട്ടിലുണ്ടെന്ന് പറയുമ്പോഴും ഇതിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മളെ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മൾ അത്തരത്തിൽ എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് എന്തെങ്കിലും കാര്യങ്ങൾ ശരിക്കും സംഭവിക്കാറുണ്ട്? ഇല്ല, നമ്മൾ ഭയപ്പെടുത്തുന്ന വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ കെയറാണ് എപ്പോഴും. അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിരിക്കും. കാരണം നമ്മൾ അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമേജിൽ നിൽക്കുകയാണ്. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിനെ പറ്റി നെഗറ്റീവ്സ് പറയുന്ന ഒരു ചെറിയ ശതമാനം ആളുകൾ. പക്ഷെ അതൊന്നും അവർ മനഃപൂർവ്വം പറയാൻ വേണ്ടി പറയുന്നതെന്നല്ലാതെ അവർ ഉള്ളിത്തട്ടി പറയുന്നതാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ ജയിക്കാൻ വേണ്ടി, വാദത്തിന് വേണ്ടി തീവ്രവാദം പറയുന്ന അങ്ങനെ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ സത്യാവസ്ഥ ഈ പറയുന്നവർക്ക് ബോധ്യമുണ്ട്. പക്ഷെ എന്നാലും അവരുടെ ഒരു പറയാനുള്ള ഒരു ബാധ്യത എന്നുള്ള രീതിയിൽ അവരങ്ങ് പറഞ്ഞ് തീർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമുക്കൊരു ബുദ്ധിമുട്ട്. പിന്നെ ഇത് പറഞ്ഞല്ലോ, നമ്മളെപ്പോഴും ഒരു പബ്ലിക്കിൽ നിൽക്കുമ്പോൾ, നമ്മളൊരു പബ്ലിക് പ്ലേസിൽ നിൽക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ പബ്ലിക് പ്ലേസിൽ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടേതായ ആ ഒരു രീതി മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ലെങ്കിൽ ആൾക്കാർ നമ്മളെ എസ്റ്റിമേറ്റ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു സ്റ്റാർ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ, ഇപ്പം ഞാനൊരു സ്റ്റാർ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ ആളുകൾ പറയും മമ്മൂട്ടി ഇഷ്ടം പോലെ ഉണ്ടാക്കണ്ടല്ലോ, പിന്നെ ചിലവാക്കാലോ എന്നായിരിക്കും ആളുകൾ പറയാം. ഇനിയിപ്പോൾ നമ്മളൊരു സാധാരണ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ ആൾക്കാർ എന്താ പറയുക, മമ്മൂട്ടി ഒരു പൈസ കൊടുക്കുക അങ്ങോട്ട് തിരിച്ചു. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതും മെയിൻറ്റെയിൻ ചെയ്തിങ്ങനെ. അപ്പോൾ നമ്മൾ അല്ലാതെ ഇപ്പോൾ ഈ ഒരു ഷോ ബിസിനസ്സിൽ നിൽക്കുന്നവർ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച് ഞാനായിരിക്കും ഏറ്റവും ചെറിയ സ്ക്രീനിൽ ചെറിയ സീരിയലൊക്കെയാണ് കൂടുതൽ ചെയ്യുക. അപ്പം ഞാനാണ് കുറച്ചുകൂടി ഈ ലിബറലാകാൻ പറ്റുന്നവരാണ്. എനിക്ക് കുറച്ചുകൂടി ജനകീയനാകാം. അപ്പം ഞാൻ സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കടയിൽ പോകുന്നു, സാധനങ്ങൾ വാങ്ങിക്കുന്നു, വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ ലുങ്കി എടുത്ത് നടക്കുന്നു. അപ്പോൾ ആളുകൾ ഒരു സാധാരണ മനുഷ്യനെ പോലെയാണല്ലോ എന്ന് ചോദിക്കും. ഞാൻ സാധാരണ മനുഷ്യനാണല്ലോ. അവിടെ വലിയ മനുഷ്യന്മാർ നിൽക്കട്ടെ, അവരത് മെയിൻറ്റെയിൻ ഇത് മെയിൻറ്റെയിൻ ചെയ്യണതിന്റെ കുറച്ചൊരു ഭാഗം നമുക്കുണ്ട്. എന്നാലും എന്നിലെ സാധാരണക്കാരൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ജീവിത രീതികൾ വിട്ടു നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇല്ല, അത് നമ്മുടെ സംസാരം പോലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ, ഇതിപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ തരുമ്പോൾ പോലും ഞാൻ വളരെ കെയർ ആയിരിക്കും സംസാരിക്കുമ്പോൾ. നമ്മുടെ
ആ ഒരു ലിമിറ്റ് വിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ആ. കൊണ്ടുപോകണം. ആൾക്കാരുടെ ധാരണകൾ അതെ. മാറാൻ. നമുക്ക് ആളുകളെ ധാരണകളെ മാറ്റാൻ നമുക്ക് സാധിക്കൂല. ഇത് എങ്ങനെ പറയും എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ അല്ല, പറ്റില്ല. അങ്ങനെ അല്ലേ? ഒരു മുൻവിധിയോട് കൂടി കാണുന്ന ഒരു അതെ, അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ. ആ. അപ്പോൾ നമ്മളെന്തായാലും നമ്മളുടെ ഒരു രീതിയുണ്ട്. ആ രീതിയിലാണ് നമ്മൾ ഇന്നുവരെ ഉം. കാര്യങ്ങൾ പോയിട്ടുള്ളത്. നമ്മളൊരു പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് ഇൻ്റർവ്യൂ വരുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല അതെ. നിങ്ങൾ എന്താ ചോദിക്കാൻ പോകുന്നത്, അതെ, നിങ്ങൾ അതെ, എന്താ അതെ, സംസാരിക്കാൻ പോകുന്നത്. കാരണം എനിക്കറിയാം അതെ. ഞാൻ ഇന്നതൊക്കെ പറയൂ, അതെ. ഞാൻ ഇന്നതേ എൻ്റെ മനസ്സിൽ വരൂ. അത് നമ്മൾ പ്ലാൻഡ് അല്ല, അത് നമ്മൾ അങ്ങനെയാണ് അതെ, ബിൽറ്റിൻ്റെ. അതെ. ദുൽഖർ തന്നെ മുമ്പൊരു വേദിയിൽ തുറന്നു പറഞ്ഞൊരു കാര്യമാണ്, എന്താണ് സിനിമയിലെ ഒരു ഭാവി എന്ന് പറയുമ്പോൾ പറഞ്ഞത്, ഞാൻ സിനിമകൾ ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വാപ്പച്ചി ഉണ്ടാക്കി വെച്ചൊരു പേരുണ്ട്, അത് ചീത്ത പേര് ഞാനായിട്ട് ഉണ്ടാക്കരുത് എന്നുള്ളൊരു ഒരു കരുതലും പേടിയും കൂടി ഉണ്ടെന്നുള്ളതാണ്. ആ, ഞാൻ അത് കണക്ട് ചെയ്യുന്നത് മുമ്പൊരിക്കൽ ഒക്കെ പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ അറിയാതെ, നമുക്ക് അറിയാതെ പോയി ഒരു ആൽബവും പോയി ചെയ്തായിരുന്നു, പക്ഷെ അത് കറക്റ്റ് കണ്ടുപിടിക്കുകയും ചെയ്തു എന്നുള്ള സാധനം. അപ്പൊ ഇത്തരത്തില് ഞാനൊരു നടനായി നിൽക്കുമ്പോഴും ഞാനൊരു കലാകാരനായി നിൽക്കുമ്പോഴും ഞാൻ എന്ത് പ്രൊജക്ട് ചെയ്യണം എന്നതിൽ അവിടെ ആശങ്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ശരിക്കും? അവിടെ ആശങ്കപ്പെടുന്നു എന്നുള്ളതല്ല നമ്മുടെ ആശങ്ക. ആ. ആശങ്കപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അതെ, ആശങ്ക. അതെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ആ. ഒരു അഭിനയിക്കുന്ന ഒരാൾ, ഇപ്പം ഞാൻ വലിയൊരു അഭിനയ നേതാവാണെന്നുള്ളതല്ല എൻ്റെ വിഷയം. ഒരു അഭിനയിക്കുന്ന ഒരാൾ ഉം. എന്ന് പറയുമ്പോൾ അയാൾ ക്യാരക്ടർ തിരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ കള്ളൻ്റെ വേഷം കിട്ടും, ചിലപ്പോൾ പോലീസുകാരനാവും, Okay. ചിലപ്പോൾ പാവപ്പെട്ടവരാവും, ചിലപ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരാളാവും. ഉം. അത് ക്യാരക്ടറാണെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ചെയ്യും. ഉം. പക്ഷെ എന്നാലും ഉം. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉം. നമ്മുടെ മനസ്സിൽ എങ്ങനെ ഉണ്ടാവും, മൂപ്പർക്ക് മൂപ്പരുടെ ആ. ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു ഉം. പോസിറ്റീവ് അഭിപ്രായം വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ശരിക്കും സീരിയൽ രംഗത്താണ് സജീവമായി നിൽക്കുന്നതെങ്കിൽ പോലും ഒരു ആക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു അഭിനേതാവായി നിൽക്കണം എന്നുള്ള മാത്രമാണ്. അതൊരു സിനിമാ മോഹമായിരുന്നു കൂടുതൽ? എന്തായിരുന്നു കൂടുതൽ? അങ്ങനെ സിനിമാ മോഹമൊന്നും സത്യത്തിലുണ്ടായിരുന്നില്ല. ഇല്ല. ഞങ്ങൾക്ക് ഏറ്റവും ഇത് മമ്മൂട്ടി സിനിമ ആകും എന്ന് ഉറപ്പായപ്പോൾ ഓക്കെ. അത് എത്രയും എക്സ്ട്രീമിൽ പോകാൻ പറ്റുന്നു അത്രയും പോട്ടെ, അത് ആസ്വദിക്കാന്നുള്ളതായിരുന്നു. ആണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലൈം ലൈറ്റിലേക്ക് വരണമെന്ന് എന്നെ സംബന്ധിച്ച്. പക്ഷെ മക്കൾ അങ്ങനെയല്ലല്ലോ, അവർ കണ്ട് വളർന്നത് ആ ഒരു ലൈഫാണ്. അതെ, അതെ. അവർ ഇപ്പം എൻ്റെ മോനാണെങ്കിൽ പോലും റോൾ മോഡൽ കാണുന്നത് മൂത്താപ്പാനെ, ഓക്കെ. മനസ്സിലായി. അപ്പം ആ ഒരു ഗ്ലാമർ, ആ. പേര്, ആൾക്കാരുടെ ഇടയിലുള്ളൊരു പ്രശസ്തി, ആ. അംഗീകാരം, ഇതൊക്കെ കാണുമ്പോൾ ഇപ്പം ദുൽഖറാണെങ്കിലും മക്ബൂലാണെങ്കിലും അവർ രണ്ടുപേരുമാണ് ഇപ്പോൾ മെയിനായിട്ട്. പിന്നെ അതെ. സിസ്റ്റർ ടോൺ മോനുണ്ട്, ആ. അവനങ്ങനെ ഒരു വേറൊരു ട്രാക്കിൽ ഇങ്ങനെ പോകും. പക്ഷെ ഇവർ കണ്ടു വളർന്ന ആ ഒരു ഇതിങ്ങനെ പിന്നെ ബ്ലഡിൽ കിടക്കുകയായിരിക്കും. അതെ, പക്ഷേ അതെ. അതിങ്ങനെ ഉണ്ടായിരിക്കുമല്ലോ. ഞാനിത് ആക്സിഡൻ്റലി വന്ന്, അല്ല ഞാനൊരു ഈ എക്സിബിറ്റിംഗ്, ആ. സെൽഫ് എക്സിബിറ്റിങ്ങിൻ്റെ ഒരു താല്പര്യം എല്ലാവർക്കും ഉണ്ടാവും. ആ. ഇപ്പോൾ നമ്മളാണെങ്കിൽ തന്നെ കണ്ണാടിയിൽ എത്ര പ്രാവശ്യം നോക്കും ഒരു ദിവസം, അതെ, അതെ. അല്ലെങ്കിൽ തന്നെ ഒരു ഫോട്ടോ എടുത്താൽ എത്ര പേരെ കാണിക്കും, അതെ. കൊള്ളാവോ, നന്നായിട്ടുണ്ടോ എന്ന് ചോദിക്കും. ആ. അത് നമ്മുടെ സെൽഫ് എക്സിബിറ്റിങ്ങിൻ്റെ ഒരു ഇതാണ്. നമ്മളെ മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് പറയുന്നത്, അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഉം. കാണാനുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. ഉം. അത് ഈ ഷോ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഒരു ആർട്ടിസ്റ്റിക് ഉം. മൈൻഡ് ഉള്ളിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാനുള്ള താല്പര്യമുണ്ട്. So- അങ്ങനെ ഉണ്ടായിരുന്നിരിക്കണം ഒരു പക്ഷേ. ആ. പക്ഷെ അതിനുള്ള ഒരു ആത്മധൈര്യം ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഞാൻ കുറച്ച് ആ. ഷൈ ആയിട്ടുള്ളത്. ഷൈ ആയിട്ട് ഉള്ള വ്യക്തി. ഇപ്പൊ മമ്മൂക്ക എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് അത്രത്തോളം ഒരു താരാരാധനയാണ്. എങ്കിൽ പോലും നമുക്ക് നമ്മുടെ വീട്ടിൽ മൂത്ത സഹോദരനായിരുന്നു. ഏത് മൊമെന്റിലായിരുന്നു പക്ഷെ ഒരു താരമാണ് എന്നുള്ളൊരു തിരിച്ചറിഞ്ഞൊരു മൊമെന്റ് ശരിക്കും ഏത് സമയത്തായിരുന്നു, ഏത് സിനിമയിലൂടെയായിരുന്നു? സത്യമായിട്ടും പറഞ്ഞാൽ ആ. ഒരു താരത്തിന്റെ പരിവേഷം നമ്മളിപ്പോഴും മൂപ്പരിൽ കാണാനില്ല. മൂപ്പര് ഇല്ല. നമ്മുടെ വീട്ടിലെ ഏറ്റവും മുതിർന്ന ആൾ, നമ്മളെ അനുസരിക്കേണ്ട ആൾ, Okay. നമ്മളെ നിയന്ത്രിക്കുന്ന ഒരാൾ, നമ്മുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്ന ഒരാൾ, നമ്മളെ സേഫായി കൊണ്ടുവരുന്ന, പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാൾ, ഉം. നമ്മുടെ ഷെൽട്ടർ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ആ. അത് എല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കുന്നത്. ഉം. അല്ല ഒരു താരം എന്നുള്ള രീതിയിൽ നമുക്ക് വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണ ആ. ഈ ഒരു നടന്റെ മുമ്പിലാണ് അങ്ങനെയുള്ള ഒരു ചിന്ത നമുക്ക് മനസ്സിലേ ഇല്ല. ഇല്ല. പക്ഷേ ഭയങ്കര ഗൗരവമുള്ള സീരിയസ് ആയിട്ട് നമ്മൾ സമീപിക്കേണ്ട, നമ്മൾ അങ്ങനെ കാണേണ്ട ഒരാളുടെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ള ആ. ഈ ഭയഭക്തി ഭക്തി ബഹുമാനത്തോട് അല്ലെ? തീർച്ചയായിട്ടും ഒരു താരം എന്നുള്ള രീതിയിൽ അല്ല, ഏതെങ്കിലും ഒരു ചിത്രം കണ്ട ഒരു സമയത്ത് നമുക്കറിയാതൊരു സംഭവമല്ലോ. ഇപ്പൊ നമുക്ക് ചേർന്ന് നമുക്കൊപ്പമുള്ള ഒരാളാണ് സ്ക്രീനിൽ പോലും. അത് നമുക്ക് സന്തോഷമാണല്ലോ. ഇപ്പൊ അത് ആരാണെങ്കിലും, ഇപ്പൊ ദുൽഖറാണെങ്കിലും മക്ബൂൽ മക്ബൂലിന്റെ ആണെങ്കിലും സ്ക്രീനിൽ കാണുമ്പോൾ നമ്മുടെ ആളാണ്, അതെ. ഇതൊന്നൊരു ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കും. ഉം. പക്ഷെ നമ്മൾ പബ്ലിക് സിനിമ കാണുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നലെ ലോക സിനിമ കാണുമ്പോൾ നമ്മൾ കൈയടിക്കുന്നുണ്ട്, നമ്മൾ അതെ. ചിരിക്കുന്നുണ്ട്. അതെ. ഇപ്പോൾ ചകട സിനിമകൾ കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നുണ്ട്. ഞാൻ എന്താ പറയുക, മറ്റേ ഇയാളുമായിട്ട് വന്നൊരു പടം ഉണ്ടല്ലോ, ജയറാമുമായിട്ട് വന്നൊരു സിനിമ ഉണ്ടല്ലോ, മുപ്പത് ഒരു ഗസ്റ്റ് റോൾ ചെയ്ത ഒരു വേഷം, ഓസ്ലർ. അപ്പോൾ ഓസ്ലർ സിനിമ കാണാൻ പോണ ഞാനും നമ്മുടെ ന്യൂസ് സെറ്റ് ഹൗസിലെ മധുണ്ട്, KV മധു, ഞങ്ങളുടെ ഒരുപാട് സിനിമ കാണാൻ പോകണം. മൂപ്പരെ എൻട്രിയുടെ സമയത്ത് ഞാൻ എഴുന്നേറ്റ് എന്നിരുന്ന് കൈയടിക്കണം. അപ്പോൾ നമുക്ക്
അപ്പോൾ പക്ഷേ എൻ്റെ ഉള്ളിൽ താരം എന്നുള്ളതിൻ്റെ പ്രതി നമ്മുടെ ആളാണല്ലോ ഈ വരാൻ പോണത് എന്നൊരു അതാണ്. ഒക്കെയാണ് മൂത്ത സഹോദരനാണെന്നുള്ള മറക്കുന്ന ഒരു മൊമെന്റ് സിനിമ ഒരുപാടുണ്ട്. അങ്ങനെ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ അങ്ങനെയുണ്ട്. കാരണം നമ്മൾ സിനിമ കണ്ട് കരയുമല്ലോ. അപ്പോൾ മൂപ്പര് നമ്മുടെ വീട്ടിലിരിപ്പുണ്ടാവും, അല്ലെങ്കിൽ നമുക്കറിയാം മൂപ്പര് എറണാകുളത്ത് വീട്ടിലുണ്ട്. പക്ഷെ നമ്മൾ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മൾ കരച്ചിലൊക്കെ വന്നാൽ നമ്മൾ കരയും. ഞാനും അതിലൂടെ തന്നെ കൂട്ടിച്ചേർക്കുന്ന കാര്യം കൂടിയായിരുന്നു. കാരണം സാധാരണ ഈ രജനീകാന്ത് സിനിമകൾ വരുന്ന സമയത്ത് രജനീകാന്ത് അടിക്കണ കണ്ടു കഴിഞ്ഞാൽ തിയേറ്റർ തല്ലു പൊളിക്കുന്ന സീനുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ വരെ. അപ്പൊ അത്തരത്തിലാണ് ഇപ്പൊ മമ്മൂക്കയുടെ അങ്ങനെയുള്ള സീനിൽ ഇപ്പൊ മൂപ്പരെ അടിക്കുന്ന സീനിൽ വരുമ്പോൾ നമുക്ക് അയ്യോ അങ്ങനെ പക്ഷെ എമോഷൻസ് ഒക്കെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആക്ഷൻസ് വല്ലാതെ മൂപ്പര് ഇപ്പൊ എനിക്ക് ഈ ടെർബോയിലെ ആക്ഷൻസ് കണ്ടപ്പോൾ നമുക്ക് മൂപ്പര് അത്രയും റിസ്ക് എടുക്കുന്നു എന്നൊരു വിഷമം ഇങ്ങനെ ഫീൽ ചെയ്യും. ദുൽഖറിന്റെ കാര്യത്തിലാണെങ്കിൽ ലക്കി ഭാസ്കർ കണ്ടിട്ട് എന്ത് വിഷമമായി ടി വി ഓഫ് ചെയ്ത് പോയി. പറഞ്ഞ പോലെ സിനിമ കണ്ടിരിക്കുമ്പോൾ അത് ആൾക്കാർ നെഗറ്റീവായിട്ട് എടുത്തു. നമ്മൾ സിനിമ ഇഷ്ടപ്പെടാതെ ടി വി ഓഫ് ചെയ്ത് പോയി. പക്ഷെ അതല്ല നമ്മള് ഞാൻ പറഞ്ഞല്ലോ, ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹെവി ആയിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും. നമ്മുടെ നെഞ്ചിലിങ്ങനെ ഭയങ്കര ഹെവി ആയിട്ട്, നമ്മുടെ ആളും കൂടെ ആണല്ലോ. രണ്ടു വശത്തുനിന്നുള്ളതുണ്ട്. ക്യാരക്ടറിന്റെ ഒരു ഫീല് നമുക്ക് വല്ലാതെ, പിന്നെ നമ്മുടെ മോനും കൂടെ ആണല്ലോ. അപ്പൊ അതിങ്ങനെ വരുമ്പോൾ നമുക്ക് ഇനി പിന്നെ കാണാം, ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കാണാം എന്ന് വിചാരിക്കുന്ന ചില സിനിമകളുണ്ട്. അത് തനിയാവർത്തനം, വാത്സല്യം പോലുള്ള സിനിമകളിൽ ഒരുപാട് എമോഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ക്യാരക്ടറിലൊക്കെ നമ്മളും കൂടെ പോവുകയാണ്. സിനിമ പോലെയുള്ള സിനിമകൾ കൂടുതൽ എമോഷൻസും ഫൈറ്റും ഒക്കെ വരുമ്പോൾ ഇപ്പൊ ഈ പ്രമേയത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പൊ ആ പ്രമേയത്തിനേക്കാൾ അപ്പുറത്തേക്ക് അതിനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്നുള്ള രീതിയിലേക്ക് എനിക്ക് സ്വീകാര്യത കിട്ടിയിരുന്നു. പക്ഷേ ഈ അടുത്തതിന്റെ ഇതുപോലെ ആർട്ട് ഡയറക്ടർ പറഞ്ഞിരുന്നു അത് കുറച്ച് കളർഫുൾ ആയിട്ട് എടുത്തെങ്കിൽ കുറച്ചുകൂടി സ്വീകാര്യത കൂടുതൽ കിട്ടിയിരുന്നു. എന്ത് തോന്നുന്നു? ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഇപ്പോൾ അത് പ്രമേയുഗം എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടു കഴിഞ്ഞു. ഇനി അതിന്റെ കളർ വേർഷൻ ഉണ്ടെങ്കിൽ ഒന്ന് റിലീസ് ചെയ്താൽ ചിലപ്പോൾ ഒരു പക്ഷേ ആളുകൾ വേറൊരു രീതിയിൽ ആസ്വദിച്ചേക്കാം. പക്ഷെ അതിന്റെ എന്താ പറയാ ബേസിക് അതിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പൊ അത് മാറ്റണ്ടെന്ന് അവർ വിചാരിച്ചിട്ടുണ്ട്. അതെ, ഇപ്പൊ നേരത്തെ പറഞ്ഞു ഈ വിഷയങ്ങളെ പറ്റിയാണെങ്കിലും ക്യാരക്ടറിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇത്രയധികം കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു ഭീഷ്മപർവ്വത്തിലെ ഒരു മൈക്കിളപ്പൻ പോലെ തന്നെ നമ്മുടെ കുടുംബത്തിലൊരു കാരണവരാണ് എങ്കിൽ പോലും കുറെ കൂടി കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്ത കഥാപാത്രം ഇക്കയിലേതായിരുന്നു, ചാക്കയിലേതായിരുന്നു? ശരിക്കും ഞങ്ങൾക്ക് ശരിക്കും മൂപ്പര് നമ്മളെ വാത്സല്യത്തില് ആണ്. അത്ര ഒരു പാമ്പർ ചെയ്യുന്നുണ്ട് നമ്മളെ. കാരണം നമ്മൾക്ക് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും, എന്ത് പ്രശ്നങ്ങളുണ്ട്, അത് മാനസികമാകാം, ശാരീരികമാകാം, സാമ്പത്തികമാകാം, ഏത് വിഷയമാകാം, അല്ലെങ്കിൽ നമ്മൾ സാമൂഹികമാകാം, എന്ത് വിഷയങ്ങളുമാകാം, ആ വിഷയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നമുക്കൊരു സംരക്ഷണമുണ്ട് എന്നുള്ളത് നമ്മളൊരു വിശ്വസിപ്പിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അതിങ്ങനെ നിൽക്കുമ്പോൾ ചില സിനിമകൾ നമ്മൾ കണക്ട് ചെയ്യും. ഇത് നമ്മുടെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളാണല്ലോ. ചില പുള്ളിയുടെ ചില എന്താ പറയുക ചില പ്രകടനങ്ങൾ കാണുമ്പോൾ, ചില ഈ വാത്സല്യത്തിൽ തന്നെ ചില രംഗങ്ങളൊക്കെ അത് ഞങ്ങളുടെ വീട്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ പോലെ വാപ്പയുടെ പോലെ അല്ലേ എന്നൊക്കെ തോന്നുന്നു. വാപ്പ കാണിക്കുന്ന പോലെയാണല്ലോ മൂപ്പര് കാണിക്കുന്നത്. ചാരുകസേരയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ, അല്ലെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ കാല് തട്ടി മണ്ണ് തട്ടി കളഞ്ഞിട്ട് വീട്ടിലേക്ക് കയറുമ്പോൾ, പിന്നെ ആ സീനിൽ ഇങ്ങനെ നെല്ലുണക്കാനായിട്ട് നെല്ല് വളർത്തിട്ട് ഇങ്ങനെ കുറച്ച് ഉണക്ക് നോക്കുമ്പോഴൊക്കെ അതൊക്കെ വാപ്പ ചെയ്യുന്ന കാര്യങ്ങളാണ്. വാപ്പയാണല്ലോ ഇതൊന്നും തോന്നുന്നത്. അങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരുപാട് സിനിമകളുണ്ട്. പക്ഷേ ഇത് ചില ക്യാരക്ടറുകൾ നമ്മൾ ഒരു ബന്ധമില്ലാത്ത സിനിമകളാണ്. ശരി, ഈ പൊതുവെ ഈ കലാകാരന്മാർക്ക് അവരുടേതായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയങ്ങൾ ഉണ്ടെങ്കിൽ പോലും പൊതുവെ ഒരു പൊതു അഭിപ്രായങ്ങളിലേക്ക് പറയുകയോ അല്ലെങ്കിൽ അത്തരം പൊതുവേദികളിലെ ഒരു സാന്നിധ്യം വരയ്ക്കുന്നത് വളരെ കുറച്ച് പേർ മാത്രമാണ് ഉള്ളത്. പക്ഷേ ഒരു നിഷ്പക്ഷത കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും ശ്രമിക്കാറുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്താണെങ്കിൽ പോലും തുറന്ന അഭിപ്രായം പറയുണ്ടായി. നമ്മളെപ്പോലുള്ളവർ സ്വരാജിനെ പിന്തുണച്ചില്ലെങ്കിൽ നഷ്ടം വോട്ടർമാർക്ക് തന്നെയാണ്, നമുക്ക് തന്നെയാണെന്ന് പറയാനുള്ള ഒരു ആർജവം എവിടെയാണ്? ഒരു രാഷ്ട്രീയ താല്പര്യത്തിലേക്ക് അപ്പുറത്തേക്ക് ഒരു വ്യക്തിയിലേക്ക് അതല്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ കലാകാരനാണ്, അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടാവും, നമുക്ക് ഈ പറഞ്ഞ പോലെ നിലപാടുകളുണ്ടാവും. അത് രാഷ്ട്രീയത്തിലായാലും സോഷ്യലായിട്ടുള്ള വിഷയങ്ങളിലായാലും നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് ആണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു രീതി ഉണ്ടാവും, നിലപാടുകളുണ്ടാവും. അപ്പോൾ നമ്മളുടെ നിലപാടുകൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളുടേത് മാത്രമായി മാറും. നമ്മൾ പബ്ലിക്കിനോടത് പറയേണ്ട സന്ദർഭങ്ങളിൽ അത് പറഞ്ഞില്ലെങ്കിൽ അത് നമ്മൾ കാണും തെറ്റ് ചെയ്യുക. ഇതാണ് നിലപാട്, എൻ്റെ നിലപാട് ഇതാണ്, എൻ്റെ രാഷ്ട്രീയം ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്.
അത് പറയാൻ എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ പലപ്പോഴും അത്തരത്തിൽ ഇപ്പൊ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്ന വേദിയിൽ പറയണം, അല്ലെങ്കിൽ തുറന്ന് പറയണം എന്ന് പറയുമ്പോഴും ശരിക്കും അങ്ങനെ പറഞ്ഞ കലാകാരന്മാരൊക്കെ ക്രൂശിക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ അല്ല, കണ്ടിട്ടുള്ളത് അതിപ്പോൾ അല്ലേ? നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നും, നമ്മൾ കമൻറ്റ് വായിക്കാതിരിക്കുക. നമ്മളൊരു പോസ്റ്റ് ഇട്ടാൽ അല്ലെങ്കിൽ നമ്മളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കമൻറ്റുകൾ വായിക്കാൻ പോകുമ്പോഴാണ് പ്രശ്നം. കമൻറ്റുകൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ എടുക്കണം, ആ ഒരു സ്പിരിറ്റിൽ എടുക്കണം. അങ്ങനെ എടുക്കാൻ പറ്റാത്ത ഒരു കമൻറ്റ്സ് നോക്കരുത്. ഓക്കെ. ശരിക്കും നഷ്ടം നമ്മുടെ തന്നെയായിരിക്കും എന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോഴും ശരിക്കും അത്തരത്തിലൊരു പരാജയം പ്രതീക്ഷിച്ചിരുന്നു അത് ഉപതെരഞ്ഞെടുപ്പ്. പൊളിറ്റിക്സ് അല്ലേ. പൊളിറ്റിക്കൽ ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ച് ഒരു പക്ഷേ ഞാൻ UDF ഉണ്ടായിരുന്നു കുറേ വർഷം. ഓക്കെ, ഓക്കെ. മുസ്ലിം ലീഗിനോട് സഹകരിച്ച് നിന്ന ആളാണ്. പക്ഷേ എനിക്ക് അവിടെ മെമ്പർഷിപ്പ് ഒന്നുമില്ല, എനിക്കിവിടെ മെമ്പർഷിപ്പ് ഒന്നുമില്ല. അപ്പോൾ എനിക്ക് സ്വതന്ത്ര രാഷ്ട്രീയം പറയാം. ഓക്കെ. ഞാനൊരു പാർട്ടിയുടെ വക്താവല്ലാത്തതുകൊണ്ട് എനിക്ക് സ്വതന്ത്രമായിട്ട് രാഷ്ട്രീയം പറയാം. എനിക്ക് ആരെ വേണമെങ്കിലും അവരുടെ നിലപാടുകൾ ശരിയല്ല അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകൾ ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് പറയാം അത് ശരിയല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഇത് ചില ആളുകൾ നമ്മൾ കാണുമ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് പൊളിറ്റിക്സിന് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഒരു പക്ഷേ കുറേ പേർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ സ്വരാജ് എങ്ങനെ, അല്ലെങ്കിൽ രാഹുൽ എങ്ങനെ, അല്ലെങ്കിൽ ബിൻവർക്കി എങ്ങനെ, അല്ലെങ്കിൽ ഇപ്പുറത്ത് സനോജ് എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് അറിയാം, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും പൊളിറ്റിക്സ് എന്ന് പറയുന്ന നമ്മൾ നിലനിൽക്കുന്ന, നമ്മൾ നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ പൊതിഞ്ഞു പിടിക്കാനുള്ള ഒരു ശ്രമം എപ്പോഴും ഉണ്ടാവും. പക്ഷെ നമ്മളതിനൊരു അനുകൂലിക്കുന്ന ഒരു പ്രവണതയാണ് എല്ലാവരും കാണുന്നുള്ളത്. അനുകൂലിക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങളുണ്ടാകും. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ പാർട്ടിയെ തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ രീതി ആയിരിക്കില്ല. പക്ഷേ അത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ടെങ്കിൽ പോലും ആ സമയത്ത് അതിന് അയാളെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വമാണ് ഇപ്പോൾ എല്ലാവരും കാണിക്കുന്നത്. പൊളിറ്റിക്സ് അല്ലേ. ഈ മമ്മൂക്കയുടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വൈകാരികമായിട്ടുള്ള കുറിപ്പിലൂടെയാണ് ഒരു തിരിച്ചറിവിനെ കുറിച്ച് മലയാള സമൂഹം സംസാരിച്ചെങ്കിൽ പോലും ഇത് കുറേ പേരിലേക്ക് എത്തുന്നതിൽ ലാലേട്ടൻ്റെ ഒരു വഴിപാട് നേർന്ന ഒരു സ്ലിപ്പ് ഭയങ്കര ഒരു ചർച്ചാ വിഷയമായിരുന്നു ശരിക്കും. അപ്പോൾ എത്തരത്തിലത് നോക്കിയാണ് രണ്ടുപേരും ഇപ്പോൾ ഒന്ന് ചാക്കിയാണ് ഏറ്റവും അടുത്ത സഹപ്രവർത്തകർ. നമ്മൾ ഒരു സഹപ്രവർത്തനത്തിനപ്പുറത്തേക്ക് അവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അത് നമുക്കറിയാം. കാരണം അവർ രണ്ടുപേരും ഏകദേശം ഒരേ കാലഘട്ടത്തിൽ വന്ന ഒരുപാട് 50-ന് മേൽ സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചു, ഒരുമിച്ച് ഒരു റൂമിൽ താമസിച്ചിരുന്ന ആളുകളാണ്. അങ്ങനെയുള്ള അവർ കുടുംബമായിട്ട് ഇപ്പോൾ സുചിത്ര അല്ലെങ്കിൽ പ്രണവോ അല്ലെങ്കിൽ മക്കളോ ദുൽഖറോ സുറമിയോ എല്ലാവരുമായിട്ട് അവർക്കൊരു ഫാമിലി ആയിട്ടൊരു അടുപ്പമുണ്ട്. ആ വഴിയിലൂടെ നമുക്ക് ഇവരെല്ലാവരും അറിയാം, മനസ്സിലായി. ഇപ്പോൾ ഇച്ചാക്കട അനിയന്മാർ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളുകൾ എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ ചെയ്യുന്നാൽ, ഒരു സിനിമക്കാരുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫംഗ്ഷൻ ചെയ്യുന്നാൽ, ഇപ്പോൾ ജയറാം നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വൈഫിനെ അറിയാം, എൻ്റെ മോളെ അറിയാം, പാർവതിക്ക് അറിയാം, മക്കളെ അറിയാം, വൈഫിനെ അറിയാം, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ നമ്മൾ അവരുമായിട്ട്. ഇച്ചാക്ക വഴി നമുക്കുള്ള ഒരു ബന്ധം, ആ ബന്ധത്തിൻ്റെ പേരിൽ ഇപ്പോൾ നമുക്കിപ്പോൾ സിനിമകൾ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ, മമ്മൂട്ടിയുടെ സിനിമ ഓടുക, മോഹൻലാലിൻ്റെ സിനിമ ഓടുക, അല്ലെങ്കിൽ ദുൽഖറിൻ്റെ ഓടുക, അങ്ങനെയല്ല. ഇൻഡസ്ട്രി നിലനിൽക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. നല്ല സിനിമകൾ വരിക. ഇപ്പോൾ ഒരു നല്ല സിനിമ ഓടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഇത് ആൾക്കാർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇപ്പോൾ ഇപ്പോൾ ഫഹദിൻ്റെ പടമോ ദുൽഖറിൻ്റെ പടമോ അല്ലെങ്കിൽ മറ്റേ ടോവിനോയുടെ സിനിമയോ അല്ലെങ്കിൽ ഏത് സിനിമ ആയിക്കോട്ടെ, മലയാളത്തിലൊരു സിനിമ ഹിറ്റായെന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രി ഉണർന്നു എന്നാണ് നമ്മൾ മനസ്സിലായത്. ഞാനും നല്ല സിനിമ കാണാൻ പോകുന്ന വഴിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് ഞാൻ പറഞ്ഞു, ഇപ്പം ഇന്ന് തിയേറ്ററൊക്കെ ഒന്ന് ഇളവുമായിരിക്കും, ഒന്ന് ഉഷാറാവും. ഇത്രയും ട്രൈ ആയിരുന്നു, ചില സമയത്തൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. നല്ല സിനിമകളൊക്കെ വന്നു പോയെങ്കിലും ഒന്ന് ഉഷാറാകാനായിട്ട് ഇപ്പോൾ തുടരും കഴിഞ്ഞിട്ടൊന്നും തിയേറ്ററിൽ നിന്ന് ഇളകിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പം ലാലിൻ്റെ പടവും ദുൽഖറിൻ്റെ പടവും നാളെ ഇപ്പോൾ അതിൻ്റെ കൂടെ എല്ലാം കൂടി വരുമ്പോൾ തിയേറ്റർ ഒന്ന് ഉഷാറാവും. ഫെസ്റ്റിവൽ ആ ഒരു തിയേറ്റർ ഒന്ന് ഇളകിയെന്ന് പറയുമ്പോൾ നമ്മൾക്കും ബേസ് ആകുക. അപ്പോൾ ഇപ്പോൾ ദുൽഖറിൻ്റെ പടങ്ങൾ നടക്കാണ്ട്, മക്ബൂലിൻ്റെ പടങ്ങൾ നടക്കാണ്ട്, ഇച്ചാക്കയുടെ പടങ്ങൾ വരാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഓളം നിന്നാൽ അടുത്ത പടവും ഇവരുടെ പടങ്ങളും ആ രീതിക്ക് വരുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇൻഡസ്ട്രി നിലനിൽക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരാളുടെ പടം ഓടുക പൊട്ടുക എന്നുള്ള ചിന്തയാണ്. ഇപ്പോൾ ലാലിൻ്റെ പടം അയ്യോ അത് പൊട്ടണം, ഇതല്ലേ ഞങ്ങളിങ്ങനെ ലാലിൻ്റെ പടങ്ങൾ തുടർച്ച, ഇത് സത്യമായ കാര്യമാണ്. ഇത് ആൾക്കാർ വിശ്വസിച്ചോ ഇല്ലെന്ന് നമുക്കറിയില്ല. ലാലിൻ്റെ പടങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഫ്ലോപ്പുകൾ വന്നപ്പോൾ നമ്മളിങ്ങനെ എമ്പുരാനൊക്കെ വന്നപ്പോൾ നമ്മൾ ഇതെങ്കിലും ഒന്ന് കയറി അങ്ങോട്ട് കുരുക്കണേ എന്നിങ്ങനെ. കാരണം ലാല് നിൽക്കണം, മമ്മൂട്ടി നിൽക്കണം, എങ്കിലേ ഇൻഡസ്ട്രി ഉള്ളൂ. അല്ല ഒരാൾ മാത്രമായിട്ട് ഒരു ഇൻഡസ്ട്രി നിലനിർത്താൻ പറ്റില്ല. ശരിക്കും ലാലേട്ടൻ്റെ ഒരു വഴിപാട് സ്ലിപ്പ് വന്നപ്പോൾ മമ്മൂക്കയുടെ പ്രതികരണം എന്തായിരുന്നു ശരിക്കും? നമ്മളതിനെക്കുറിച്ചൊന്നും സംസാരിക്കില്ല, കാരണം അതൊക്കെ നമുക്കറിയാം. അയാളുടെ മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ടാവും. ഇപ്പോൾ ലാലിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ പ്രാർത്ഥിക്കില്ലേ, ഇതൊന്നും വരത്തില്ലേ. അതുപോലെ അങ്ങനെ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് എന്താണ് ശരിക്കും ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? ഓക്കെയാണ്. ഞാൻ ഉണ്ടായിരുന്നു, മറ്റേ ആക്സിഡൻ്റ് ഞാൻ പോയിട്ട് വന്നാണ്. പുള്ളി ഓക്കെയാണ്. ഒരു വർഷം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു അസ്വസ്ഥത വന്നു, അതിനൊരു ട്രീറ്റ്മെൻറ്റ്. ആ ട്രീറ്റ്മെൻറ്റ് ഒരു
ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു. ആ ഡ്യൂറേഷനിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ആൾ സേഫാണ്, ആൾ ഓക്കെയാണ്, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പുള്ളി സിനിമ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ അസുഖമാണെന്ന് പറഞ്ഞാൽ പുള്ളി അമേരിക്കയിലും ലണ്ടനിലും ഒന്നും പോയിട്ടില്ല. ആൾ അമേരിക്കയിലാണെന്നുള്ള രീതിയിലേക്കാണ് അത് പറയുന്നത്. ആൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നാട്ടിൽ മദ്രാസിലാണ്, കുറച്ചുകൂടി കംഫർട്ട് മദ്രാസിലാണ്, കാരണം ഹോസ്പിറ്റലാണ് അവിടെ. അപ്പോൾ മദ്രാസിൽ വീടുണ്ടല്ലോ, വീടുണ്ട്, ഫ്ലാറ്റുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ആയിരുന്നു. അപ്പോൾ നമ്മളും അങ്ങനെ പോയില്ല. ഒരു ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ അതിൻ്റെ ഒരു വിഷയം എന്തുകൊണ്ട് പോയില്ല എന്ന് ചോദിച്ചാൽ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വളരെ പ്രിയപ്പെട്ട ഒരാൾ, വളരെ ഊർജ്ജസ്വലനായി വീട്ടിലിങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഓടുകയാണ് ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് പുള്ളീനെ ഒരു പനി പിടിച്ച് കാണാൻ പറ്റും നമുക്ക് ഇഷ്ടമില്ല. ഈ ദേവോസര സിനിമയിലെ ഉണ്ണീഷൻ വന്ന് പറയുന്ന ഒരു സംഭവം ലാലേട്ടനെ നോക്കിയിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു രൂപമുണ്ട്, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അതെ, അങ്ങനെ ഒരു അസുഖം പിടിച്ച പനി പിടിച്ച് കിടക്കുന്നു, അല്ലെങ്കിൽ ഒരു അങ്ങനെ നമുക്ക് കാണാൻ ഇഷ്ടമേ. മൂപ്പരിങ്ങനെ അങ്ങനെ നിൽക്കണം. നമ്മളോട് പുള്ളി സോഫ്റ്റ് ആവരുതെന്നാണ് നമ്മൾ പറയാം. എല്ലാവരോടും ആ ഒരു അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അങ്ങനെ നമ്മൾ കാണണം. അതുകൊണ്ട് നമ്മൾ ഇപ്പം ഞാൻ ഇപ്പോൾ അസുഖം മാറി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു എല്ലാം നെഗറ്റീവായി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും മൊത്തത്തിൽ എല്ലാവരും ഹാപ്പി ആവും. ഒരു മൂഡിലാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ പുള്ളി ഹാപ്പിയാണ്. എപ്പോഴാണ് മമ്മൂക്കയുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഇല്ലാതെ എനിക്ക് തോന്നുന്നു കുറച്ച് സമയം എടുക്കുമെന്നാണ്. പുള്ളി ഒന്ന് സെറ്റ് ആവണമല്ലോ, സെറ്റ് ആവാനുള്ള സമയം എടുക്കും. ഇപ്പം നമ്മൾ കാണുമ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ഇതിപ്പോൾ മറ്റേ മൈക്കിളപ്പനെ പോലെ ഇരിപ്പുണ്ടല്ലോ, മുടിയൊക്കെ കുറച്ച് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും മൈക്കിളപ്പനാണ്. പിന്നെ പോയി മുടിയൊക്കെ വെട്ടി വന്നു. മുടിയോട് ഇത് പത്തേമാരിയില്ല നാരായണനായിട്ട് കഥാപാത്രങ്ങളിലാണ് കറക്റ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനെയാണ് പുള്ളി. അല്ലാതെ പുള്ളിയോട് അസുഖം വന്ന് ക്ഷീണിച്ചു കിടപ്പു അങ്ങനെയൊന്നുമില്ല. പുള്ളി ഓടിച്ചാണ് നടക്കാറ്. അത് മാത്രമല്ല, ഈ മറ്റുള്ള പബ്ലിക്കിൽ വന്നില്ലെങ്കിലും പുള്ളി മറ്റുള്ള കാര്യങ്ങളൊക്കെ ലൈവായിരുന്നു. മറ്റുള്ള കോൺടാക്ട്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആൾക്കാരോട് വിളിക്കാൻ സംസാരിക്കുക, നമ്മൾ വീഡിയോ കോളിലൊക്കെ വരിക സംസാരിക്കുകയൊക്കെ ചെയ്യുക. ശരിക്കും ഈ റിവ്യൂ സിസ്റ്റം, റിവ്യൂവേഴ്സിൻ്റെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ്. സിനിമയെ ബാധിക്കുന്നുണ്ടോ? അത് മലയാള സിനിമ എന്നല്ല, ഏത് ആരും റിവ്യൂ പറഞ്ഞാലും ഞാനൊന്നും ഒരു റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോകാറില്ല. പിന്നെ നമ്മൾ റിവ്യൂ കാണുന്നത് ഇവൻ എന്തൊക്കെ പറഞ്ഞു വച്ചിരിക്കണമെന്ന് അറിയാൻ വേണ്ടിയാണ്, ഇവരെന്തൊക്കെയാണ് ഈ പറയണത്. അപ്പോൾ നമ്മൾ അതങ്ങനെയല്ലല്ലോ ഇങ്ങനെ. അതാണ് സിനിമയായിട്ട് കാണുമ്പോൾ ഒരു സിനിമ ഇപ്പോൾ എല്ലാ സിനിമകളും ഒരുപോലെയല്ല. എല്ലാ സിനിമകൾക്കും ഒരു ബഡ്ജറ്റല്ല, എല്ലാ സിനിമകൾക്കും ഒരു സബ്ജക്റ്റ് അല്ല, എല്ലാ സിനിമകളിലും അഭിനയിക്കുന്ന ഒരാളല്ല. അപ്പോൾ ഒരു സിനിമ ആ സിനിമയായിട്ട് കാണുക, ആ സിനിമ കണ്ടന്റ് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബഡ്ജറ്റിൽ ഉള്ളതുകൊണ്ട് അവരെന്ത് ചെയ്തു എന്നുള്ളതാണ്. അല്ലാതെ അയ്യോ ഇതിപ്പോൾ മറ്റേ KGF ആയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യം. അതെ, എല്ലാ സിനിമകളും അത്തരത്തിലല്ല എന്നുള്ളതാണ്. അപ്പോൾ ഓണക്കാലമാണ്, അല്ലെങ്കിൽ കുറേയേറെ പ്രതീക്ഷകളുടെ കാലം കൂടിയാണ്. ഇനി ഒരിക്കൽ കൂടി കണ്ടുമുട്ടുന്ന സമയത്ത് തുടക്കത്തിൽ പറഞ്ഞ വിശേഷങ്ങൾക്കൊപ്പം തന്നെ കുറേയേറെ വിശേഷങ്ങൾ കൂടുതൽ വരട്ടെ. ഒരു പോസിറ്റീവുകളും നല്ല വിശേഷങ്ങളും നല്ല വാർത്തകളും വർത്തമാനങ്ങളും ഉണ്ടാവട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. സന്തോഷം. താങ്ക് യു. വന്നതിന് സന്തോഷം. എല്ലാവരോടും സ്നേഹം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു.